ഞാൻ യൂട്യൂബിലാണ് ഈ ഒരു സംരംഭത്തിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാനായത്. കുറിച്ച് അറിയാം. അതിലെ യൂട്യൂബിലെ വീഡിയോ എല്ലാം കണ്ട് അപ്പോൾ കൂടുതലായിട്ട് ഇൻട്രസ്റ്റ് വന്നു. അങ്ങനെയാണ് പാലക്കാട് വന്ന് ഒരു ദിവസം ട്രെയിനിങ് അറ്റൻഡ് ചെയ്തു, പങ്കെടുത്തു. സാറിന്റെ വീഡിയോ കണ്ടിട്ടാണ് ഇങ്ങനെ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടായതെന്ന് പറയുന്നത് സാറിന്റെ വീഡിയോസ് കണ്ടതാണ്. ഇപ്പൊ ഹസ്ബൻഡ് ഗൾഫിൽ നിന്ന് വന്ന സമയത്ത് ഇനി പോകുന്നില്ല എന്നുള്ളൊരു തീരുമാനം എടുത്തപ്പോൾ എന്താ ചെയ്യാന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോഴാണ് പേപ്പർ ബാഗ് എന്നുള്ളൊരു ആശയം സാറിന്റെ വീഡിയോ ആദ്യമായിട്ട് സാറിന്റെ വീഡിയോ കണ്ട 1 ലക്ഷത്തിൽ സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ളത് ആ ഒരു വീഡിയോ കണ്ടപ്പോഴാണ്. പിന്നെ സാറിന് കൂടുതലായിട്ട് ഞാൻ സെർച്ച് ചെയ്ത് കാണാൻ അതിലൊന്നും ഇൻട്രസ്റ്റഡ് ആയി. എന്നാലും നല്ല എന്താണ് പേപ്പർ ബാഗ് എന്ന് പറയുന്നത് പിന്നെ പ്ലാസ്റ്റിക് ഒഴിവാക്കിയ സമയം തന്നെയാണ് ഞങ്ങൾ തുടങ്ങാൻ. അപ്പോൾ സാറിന്റെ ട്രെയിനിങ് തന്നെയാണ് ഞങ്ങൾ ഇവിടം വരെ എത്തിച്ചത്. നമസ്കാരം. ഞാൻ ഇന്ന് വന്നു നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ പയ്യോളി എന്ന സ്ഥലത്താണ്. പുറക്കാട് എന്ന ഒരു പഞ്ചായത്തിന്റെ ഹൃദയഭാഗത്താണ് വന്നു നിൽക്കുന്നത്. ഇവിടെ ഒരു ചെറിയൊരു സംരംഭത്തെ പരിചയപ്പെടുത്താനാണ്, അതിന്റെ സാരഥികളാണ് ഇവരെല്ലാം. ഇവരെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇവരുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, ഇവരുടെ യൂണിറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇന്ന് ഉദ്ഘാടനം കഴിഞ്ഞ ഒരു ഷോപ്പായി മാറിയിട്ടുണ്ട്. അതിന്റെ എല്ലാ വിശദാംശങ്ങളും നമുക്കൊന്ന് കടന്നു ചെല്ലാം. അപ്പോൾ ഏവർക്കും ഈ വീഡിയോയിലോട്ട് ആദ്യമായ സ്വാഗതം. നമസ്കാരം, എന്റെ പേര് അമൽ. കോഴിക്കോട് ജില്ലയിൽ പയ്യോളിക്കടുത്ത് പുറക്കാട് എന്ന ഗ്രാമത്തിലാണ് എന്റെ ഈ ഒരു സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. എന്റെ വീടും ഇവിടെ അടുത്ത് തന്നെയാണ്. ഈ ഷോപ്പിൽ എന്തൊക്കെയാണ് നിങ്ങൾ പേപ്പർ ബാഗൊക്കെ കണ്ടു, പരിചയപ്പെട്ടു, വളരെ ഭംഗിയായിട്ട് ഓരോ ബാഗുകൾ ഇവിടെ നന്നായി വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലെ? ഇതിൽ എന്തൊരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് കിട്ടാൻ സാധിക്കും? ഇങ്ങനെ ഒരു മോഡ്, ഇങ്ങനെ ഒരു ജോലിയിലേക്ക് അല്ലെങ്കിൽ ഒരു സംരംഭത്തിലോട്ട് വരാനുണ്ടായ കാരണം? ഞാൻ പ്രവാസമായിരുന്നു. അപ്പം ഇപ്പോൾ ഒരു വർഷമായിട്ട് നാട്ടിലുണ്ട്. അപ്പം യൂട്യൂബിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളെ പറ്റി ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ ഈ ഒരു പറ്റി അറിയാൻ കഴിഞ്ഞത്. നമ്മുടെ സംരംഭം തുടങ്ങണം എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുന്ന ആ സമയത്താണ് ഇങ്ങനെ ഒരു സംഭവം വന്നത്. അപ്പൊ നമ്മൾ പരിചയപ്പെടുമ്പോൾ ഒരു ജനുവരി ആ സമയത്തായിരുന്നു. പ്ലാസ്റ്റിക് നിരോധിച്ച ആ സമയത്ത് അങ്ങനെയാണ് ഈ ഒരു ബാഗിലോട്ട് വന്നത്. എങ്ങനെയുണ്ടായിരുന്നു ഒരു ഇന്നത്തെ ഒരു ദിവസത്തെ ക്ലാസ്സിൽ നിങ്ങൾ പങ്കെടുത്തപ്പോൾ? ഞാൻ യൂട്യൂബിലാണ് ഈ ഒരു സംരംഭത്തിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞത്. കുറിച്ച് അറിയാം. അതിലെ യൂട്യൂബിലെ വീഡിയോ എല്ലാം കണ്ട് അപ്പോൾ കൂടുതലായിട്ട് ഇൻട്രസ്റ്റ് വന്നു. അങ്ങനെയാണ് പാലക്കാട് വന്ന് ഒരു ദിവസം ട്രെയിനിങ് അറ്റൻഡ് ചെയ്തു, പങ്കെടുത്തു. രണ്ടുപേരും വൈഫാണ്. എങ്ങനെയാണ് അന്നത്തെ ഒരു അനുഭവം ഉണ്ടായിരുന്നു? അന്ന് വന്നപ്പോൾ എത്ര പേരുണ്ടായിരുന്നു ക്ലാസ്സിൽ? അന്ന് അവിടെ ഒരു 10-15 പേര് വരെ ട്രെയിനിങ് ടൈമിലുണ്ടായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അവിടെ കിട്ടിയത്. ഫസ്റ്റ് ഇത് തന്നെ സൈഡിലൊക്കെ എങ്ങനെ ചെയ്യാം, മാർക്കറ്റിംഗിന്റെ എല്ലാവിധ ക്ലാസ്സുകളും, അതിനെ പറ്റിയുള്ള എല്ലാ ക്ലാസ്സുകളും ട്രെയിനിങ് തന്നെ ദിവസം കൂടുതൽ എല്ലാ കാര്യങ്ങളും കിട്ടി. ഹാപ്പി ആയിരുന്നു. തിരിച്ച് വീട്ടിൽ വന്നിട്ട് പിറ്റേ ദിവസത്തിൽ തന്നെ അതിനായിട്ട് കൂടുതലായിട്ട് അറിയാൻ വേണ്ടിയിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി. അത്യാവശ്യം ഐഡിയകളും കിട്ടി. അപ്പൊ അതിനുശേഷം നമ്മൾ ഈ ഒരു മിഷനിലോട്ടും ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങുന്ന പ്ലാൻ വന്നതന്നെ. അപ്പൊ അത് ഗവൺമെന്റ് സെക്ടറിൽ എന്തൊക്കെയാണ് ഹെൽപ്പ്? ഞാനിപ്പോ ഒരു PMEGP ലോൺ പ്രകാരമാണ് ഈ സ്ഥാപനം തുടങ്ങിയത്. വെരി ഗുഡ്. അപ്പൊ ഇതിന് ലോൺ സാധ്യത എങ്ങനെയാണ് നിങ്ങൾ മേടിച്ചെടുത്തത്? ഗവൺമെന്റിൽ പോകുമ്പോൾ, ബാങ്കിൽ പോകുമ്പോൾ? ഫസ്റ്റ് പോകണമെങ്കിൽ ഫസ്റ്റ് ടൈമിൽ ഒരു നെഗറ്റീവ് നമുക്കൊരു ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇതിനായിട്ടൊന്ന് ഇറങ്ങിയപ്പോൾ ശരിയാക്കി ഒരുപാട് ആൾക്കാർ ഹെൽപ്പ് ചെയ്യുകയും ചെയ്തു. അതിന് കൂടുതൽ സപ്പോർട്ടാണ് MSME ആണോ അതോ നമ്മുടെ ബാങ്ക് ആണോ കൂടുതൽ? രണ്ടും ഒരേപോലെ സപ്പോർട്ട് ഹെൽപ്പ് ഉണ്ടായിരുന്നു. ബാങ്കിന്റെ ഭാഗത്തും പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ അവർ ചെയ്തു, അതുപോലെ തന്നെ MSME ഭാഗത്തും. അങ്ങനെ തുടങ്ങിയതിന് ശേഷം ഈ ഷോപ്പ് ഇങ്ങനെ വന്നല്ലോ, ഒരു റെന്റിനാണോ സ്വന്തമായിട്ട് ഷോപ്പ്? അല്ല, ഇത് ഞാൻ റെന്റിനാണ്. മന്ത്ലി ബേസ് റെന്റാണ്. ഒരു 2 ഇയറിലേക്ക്
വാടക അപ്പൊ അങ്ങനെ ഒരു വിജയം സാധ്യതയുണ്ടോ? അങ്ങനെ വാടക എടുത്ത് ലോൺ എടുത്ത് ഇങ്ങനെ യൂണിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു വിജയ സാധ്യത ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പ്ലാസ്റ്റിക് ഒക്കെ നിരോധിച്ചിരുന്നൊരു ഘട്ടത്തിലാകുമ്പോൾ നല്ലൊരു പ്രതീക്ഷ ഉണ്ട്. അപ്പൊ നന്നായിട്ടൊന്ന് മാർക്കറ്റ് ചെയ്യണം അല്ലേ? അപ്പൊ അതിലൊരു പ്രതീക്ഷ മാർക്കറ്റില്. അപ്പൊ ആ മാർക്കറ്റിന്റെ രീതി നമ്മൾ ക്ലാസ് കഴിഞ്ഞപ്പോൾ നല്ലതാണ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ നന്നായി മനസ്സിലായി മാർക്കറ്റ് ചെയ്യണം. മാർക്കറ്റിംഗ് ഞങ്ങൾ അവിടെ ഓഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അത് വീണ്ടും വീണ്ടും കേട്ട് ഈ ഒരു ഇതിലോട്ട് വന്നു. അപ്പൊ ഇപ്പൊ ഇത് തുടങ്ങിയതിന് ശേഷം നിങ്ങൾ ഇവിടെ ജസ്റ്റ് ലോക്കലൊക്കെ ഒന്ന് മാർക്കറ്റ് ചെയ്ത് നോക്കി. അപ്പൊ ഇപ്പൊ എന്ത് തോന്നുന്നു? എൻക്വയറി വരുന്നുണ്ടോ? ചെയ്യാൻ പറ്റും? എൻക്വയറി ഞാനിപ്പോ ഇന്നലാണ് ഈ ഫേസ്ബുക്കിലും വാട്സപ്പിലെല്ലാം സുഹൃത്തുക്കൾക്കെല്ലാം പരസ്യം അയച്ചു സ്പ്രെഡ് ചെയ്തു. അതിന്റെ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ഒരു 5 ആള് ഈ കോഴിക്കോട് ജില്ലേന്റെ പല ഏരിയയിൽ തന്നെ എൻക്വയറി വന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞ അതേ ഒരു ഉത്തരം തന്നെയാണ് ഇവിടെ കിട്ടിയത്. നമ്മൾ ക്ലാസ് തുടങ്ങി അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഓൺലൈൻ മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റും. ഏത് സാധാരണക്കാരനും ഓൺലൈൻ മാർക്കറ്റിംഗ് ചെയ്യാം. അതിന്റെ ഒരു ഉത്തമ ഉദാഹരണം ഇവർ സോഷ്യൽ മീഡിയയിൽ നന്നായി ഉപയോഗിച്ചപ്പോൾ, വാട്സപ്പിലും ഫേസ്ബുക്കിലും നന്നായി മാർക്കറ്റ് ചെയ്തപ്പോൾ ഇവർക്ക് എൻക്വയറികൾ വന്നു, ഓർഡറുകൾ കിട്ടി തുടങ്ങി എന്നാണ് പറഞ്ഞത്. അതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം ഇങ്ങനെ ഒരു ക്ലാസ് കൊണ്ട് ഇവർക്ക് ഒരു പ്രയോജനം ഉണ്ട്. ഇങ്ങനെ ഒരു യൂണിറ്റ് തുടങ്ങാനും അതിൽ ഭാവിയിൽ ഇങ്ങനെ ഒരു പ്രവർത്തനത്തിൽ സപ്പോർട്ട് കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞു. ഇപ്പൊ എന്ത് തോന്നുന്നു? നല്ലൊരു സന്തോഷമാണോ? അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ? ഇപ്പോൾ സന്തോഷമുണ്ട്. ഇനിയിപ്പോ ഇതിനായിട്ട് കൂടുതൽ മാർക്കറ്റിലേക്ക് ഇറങ്ങി ഒരു ഓർഡർ പിടിക്കാൻ ധൈര്യമുണ്ട്. മുന്നോട്ട് കൊണ്ടുപോകാം. ഷുവർ ആയിട്ടും. ഓക്കെ. അപ്പൊ ഈ പേപ്പർ ബാഗ് എന്ന കമ്പനിയുടെ പേര് തൊട്ട് നമുക്ക് തുടങ്ങാം. പറയുമ്പോൾ എന്റെ കമ്പനിയുടെ പേര് പേപ്പർ വേൾഡ് എന്നാണ്. PWP അതാണ് PWP. 3 അക്ഷരത്തിൽ തുടങ്ങി. 3 അക്ഷരത്തിൽ PWP പേപ്പർ വേൾഡ് പുറക്കാട്. അങ്ങനെയാണ് ആ സ്ഥാനത്തിന് പേരിട്ടിരിക്കുന്നത്. അപ്പൊ അതിലെന്തൊക്കെയാണ് പ്രോഡക്റ്റുകൾ? ഇവിടെ ഇപ്പോൾ മെയിനായിട്ട് സ്ക്രീൻ പ്രിന്റിംഗ് മെഷീൻ ഉണ്ട്. വെരി ഗുഡ്. അപ്പൊ സാധാരണ എല്ലാവരും സ്ക്രീൻ പ്രിന്റിംഗ് കൈകൊണ്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഒരു മിഷൻ തന്നെ അത് എന്ത് തോന്നുന്നു? കാരണം സ്പീഡ് സ്പീഡാണ്, നല്ല ക്വാളിറ്റി ഉണ്ടാവും, നല്ല പെർഫെക്റ്റ് ആയിരിക്കും സാധനം. ഒരു ഓർഡർ കിട്ടിയാൽ നമുക്കൊരു 1000 ബാഗ് ചെയ്ത് പ്രിന്റ് ചെയ്ത് കൊടുക്കാം. പ്രിന്റ് കൊടുക്കാൻ പറ്റും. ആ സ്പീഡ് മെഷീനാണ്. ഓട്ടോമാറ്റിക് ഉണ്ട്. ഓട്ടോമാറ്റിക് പ്രിന്റിംഗ് മെഷീനാണ്. അപ്പൊ പ്രേക്ഷകർ ശ്രദ്ധിക്കുക, കോഴിക്കോട് ജില്ലയിൽ ഇങ്ങനെ ഒരു ഓട്ടോമാറ്റിക് സ്ക്രീൻ പ്രിന്റിംഗ് മെഷീൻ എന്റെ ഒരു ഓർമ്മയിൽ ആദ്യമായിരിക്കാനാണ് സാധ്യത. അപ്പൊ തീർച്ചയായും നിങ്ങൾ കോഴിക്കോട് ജില്ലക്കാരാണെങ്കിൽ കേരളത്തിലെ എല്ലാ പ്രേക്ഷകർക്ക് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻ പ്രിന്റിംഗ് നല്ല ക്വാളിറ്റി ആയിട്ട് ചെയ്യാൻ കഴിയുമെന്നാണ് പറയുന്നത്. തീർച്ചയായും ഇവരെ കോൺടാക്ട് ചെയ്യുക. പേപ്പർ ബാഗും പ്ലസ് തുണിസഞ്ചിയും അതുപോലെ പ്രിന്റിംഗും നല്ല ഡിജിറ്റലൈസ്ഡ് പ്രിന്റിംഗ് വരെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇല്ല, ഡിജിറ്റൽ പ്രിന്റിംഗിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഒരു ഫോട്ടോ വെച്ച് പതിപ്പിക്കുകയാണെങ്കിൽ കസ്റ്റമർ പറയുന്നത് ചെയ്യാൻ പറ്റും. എല്ലാ സൈസിലും മൊബൈൽ ആണെങ്കിലും എല്ലാ സൈസിലും ചെയ്തുകൊണ്ട്. അപ്പോൾ വെരി ഗുഡ്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് പറഞ്ഞത്. കോൺഫിഡൻസോടുകൂടി പറഞ്ഞ എല്ലാ ടൈപ്പ് ഓഫ് ബാഗുകൾ ഇവർ ചെയ്തു തരും. തീർച്ചയായും ഇവരെ കോൺടാക്ട് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. കാരണം യുവ സംരംഭകരാണ്. ഇതുവരെ നമ്മുടെ ഒരു ട്രെയിനിങ് കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടായി എന്താണ് ഗുണം? ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ട്രെയിനിങ് കൊണ്ടാണ് ഇവിടെ വരെ എത്താനുള്ള ലോണിന്റെ എല്ലാ കാര്യങ്ങളും പ്രൊജക്ട് റിപ്പോർട്ട് അതൊക്കെ ഒരുപാട് ഉപകാരപ്പെട്ടു. പിന്നെ ഇതിന്റെ പ്രൈസ് വിവരണങ്ങൾ അതുകൊണ്ട് അതിന്റെ ഫോളോ ചെയ്തിട്ടാണ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും. സന്തോഷം തോന്നുന്നുണ്ടോ? തീർച്ചയായും ഷുവറായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. കോൺഫിഡൻസ് എത്ര എൻക്വയറി വരുന്നുണ്ട് ചെയ്തെന്ന് അവർക്ക് കൊടുത്താൽ മതി. ഡെലിവറി ചെയ്താൽ. അപ്പൊ എല്ലാ ടൈപ്പ് ഓഫ് പ്രിന്റിംഗ് ഇവിടെ ഉണ്ട്. സ്ക്രീൻ പ്രിന്റിംഗ്, ഓഫ്സെറ്റ്, ഡിജിറ്റൽ, അതുകൂടാതെ പേപ്പർ ബാഗിന്റെ എല്ലാ ടൈപ്പ് ഓഫ് ബാഗുകളും ഉണ്ട്. കളർഫുൾ ബാഗുകൾ വരെ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് കേക്ക് ബാഗ് അല്ലെ? അപ്പൊ കേക്ക് ബാഗിനെ കുറിച്ച് പറയുമ്പോൾ ഒരാളെ കൂടി പരിചയപ്പെടുന്നത് അല്ലെ? അപ്പൊ അവരുടെ എന്താണ് ഇതിൽ ഇൻവോൾവ്ഡ്? എങ്ങനെയാണ് അവരുടെ ഒരു ഇതിലോട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് നിങ്ങൾ കൂടുതലായിട്ടും താല്പര്യം വഹിക്കുന്നുണ്ടായിരുന്നത്? അപ്പൊ ആ കൂടെ ഒന്ന് പരിചയപ്പെടും. നമസ്കാരം, എന്റെ പേര് അനഘ. ഞാൻ ഈ സ്വദേശക്കാരി തന്നെയാണ്. സാറിന്റെ വീഡിയോ കണ്ടിട്ടാണ് ഇങ്ങനൊരു ഇൻസ്പിറേഷൻ ഉണ്ടായതെന്ന് പറയുന്നത് സാറിന്റെ വീഡിയോസ് കണ്ടതാണ്. ഇപ്പൊ ഹസ്ബൻഡ് ഗൾഫിൽ നിന്ന് വന്ന സമയത്ത് ഇനി പോകുന്നില്ല എന്നുള്ളൊരു തീരുമാനം എടുത്തപ്പോ എന്താ ചെയ്യാന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോഴാണ് പേപ്പർ ബാഗ് എന്നുള്ളൊരു ആശയം സാറിന്റെ വീഡിയോ ആദ്യമായിട്ട് സാറിന്റെ വീഡിയോ കണ്ട 1 ലക്ഷത്തിൽ സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ളത് ആ ഒരു വീഡിയോ കണ്ടപ്പോഴാണ്. പിന്നെ സാറിന് കൂടുതലായിട്ട് ഞാൻ സെർച്ച് ചെയ്ത് കാണാൻ തുടങ്ങി. സെർച്ച് ചെയ്ത് കാണാൻ അതിലൊന്നും ഇൻട്രസ്റ്റഡ് ആയി. എന്നാലും നല്ല എന്താണ് പേപ്പർ ബാഗ് എന്ന് പറയുന്നത്. പിന്നെ പ്ലാസ്റ്റിക് ഒഴിവാക്കിയ സമയം തന്നെയാണ് ഞങ്ങൾ തുടങ്ങാൻ. അപ്പൊ സാറിന്റെ ട്രെയിനിങ് തന്നെയാണ് ഞങ്ങൾ ഇവിടെ വരെ എത്തിച്ചത്. പിന്നെ ഈ PMGP ലോൺ അതിനെ പറ്റി പറയാൻ സാധിച്ചത് സാറ് അന്ന് ഓഡിയോ ക്ലാസ്സിലാണ്. ഒരു പുതിയ അനുഭവം തന്നെയായിരുന്നു. ഒരു കോൺഫിഡൻസ് ഉണ്ടായി. അപ്പൊ പിറ്റേ ദിവസം മുതൽ തന്നെ ഞാൻ ഇതിനായിട്ട് കൂടുതൽ വിവരങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് സാറിന് തന്നെ ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. എപ്പോഴും നല്ല റെസ്പോൺസ് ആണ് സാറിന്റെ ഭാഗത്ത് കിട്ടാറ്. അപ്പോൾ നമ്മുടെ ആ ഒരു ദിവസത്തെ ക്ലാസ് നിങ്ങൾക്കുണ്ടായ പ്രയോജനം എന്തൊക്കെയാണ്? ഒരു ലോണിന്റെ സാധ്യതകൾ അല്ലെങ്കിൽ ആ ഒരു ടെക്നിക്കൽ സൈഡ്, ഒരു മിഷന്റെ പ്രവർത്തനം ഇതെല്ലാം കണ്ടു കഴിഞ്ഞിട്ടാണ് വന്നത്. ഇവിടെ വീട്ടിൽ വന്നിട്ട് തിരിച്ച് നിങ്ങൾ എന്താണ് അതിന്റെ ഒരു പ്രവർത്തിച്ചത്? അതിനെപ്പറ്റി കൂടുതലായിട്ട് പേപ്പർ ബാഗിന്റെ സാധ്യതകളെ കുറിച്ച് കൂടുതലായിട്ട് പഠിച്ചു, പ്രാക്ടീസ് ചെയ്തു. ഈ ലോൺ കിട്ടിയതിനു ശേഷം ഇവിടെ ഒരു സ്ഥാപനം തുടങ്ങി, ഇതുപോലെ മിഷനറി വന്നു, ഇവിടെ ഒരു ദിവസം ഞാൻ വീണ്ടും വന്നിട്ട് ഒരു ട്രെയിനിങ് തന്നു. ഇപ്പൊ എല്ലാ അനുഭവം സ്ഥാപനം തുടങ്ങിയതിനു ശേഷമുള്ള ഫീലിംഗ് എന്താണ്? ഇനിയിപ്പോ നല്ലൊരു കോൺഫിഡൻസ് ഉണ്ട്. ഈ കോഴിക്കോട് ജില്ലയിൽ തന്നെ ഇങ്ങനെ ഒരു പ്രിന്റിംഗ് മെഷീൻ ഞങ്ങളാണ് ആദ്യമായിട്ട് എടുത്തത് എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട്. സ്ക്രീൻ പ്രിന്റിംഗ് മെഷീൻ ഓട്ടോമാറ്റിക് നമ്മുടെ കയ്യിലുണ്ട്. സാധാരണ എല്ലാവരും കൈകൊണ്ട് ചെയ്യുന്ന സ്ക്രീൻ പ്രിന്റിംഗ് മെഷീനറിയാണ്. അതുപോലെ തന്നെ പേപ്പർ ബാഗ്, അതുപോലെ നിങ്ങൾക്ക് ഈസി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഈ സ്ഥാപനം തുടങ്ങിയതിനു ശേഷമുള്ള ഫീലിംഗ് എന്താണ്? നമുക്കൊരു കോൺഫിഡൻസ് വന്നോ? മുന്നോട്ട് കൊണ്ടുപോകോ? നല്ല വിജയകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട്. എൻക്വയറികൾ വരാറുണ്ടോ? വന്നു കഴിഞ്ഞു. ഇന്നലെ ഞങ്ങൾ രാവിലെ വാട്സാപ്പിൽ ഗ്രൂപ്പിലിട്ട് 2-3 ആള് എൻക്വയറി വന്നു. അപ്പോ ഇത് തീർച്ചയായും കാണേണ്ടത് ഇവരുടെ മാർക്കറ്റിംഗ് സിസ്റ്റം ഓൺലൈനാണ്. ഓഫ്ലൈൻ ഉണ്ട്, പക്ഷെ ഇവർക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വന്നത് ഓൺലൈനാണ്.
തീർച്ചയായും ഇവരുടെ സംരംഭം വിജയിക്കണം. സ്ക്രീൻ പ്രിന്റിങ്ങും അതുപോലെ ക്ലോത്ത് ബാഗ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ എങ്ങനെയാണ് ബിഷോപ്പ് റോസ് ക്ലോത്ത് ബാഗ് പ്രിന്റിംഗ് എല്ലാം ഉൾപ്പെടുത്തി ചെയ്യാൻ പറ്റുമോ? അല്ല, ഇതിൽ ഈ മെഷീനിൽ തന്നെ, ഈ പ്രിന്റിംഗ് മെഷീനിൽ തന്നെ നമുക്ക് 24 ഐറ്റംസ്, ഇനാഗുറേഷൻ ലെറ്റേഴ്സ്, അതുപോലെ വെഡിങ് കാർഡ്, വിസിറ്റിംഗ് കാർഡ്, ടീഷർട്ട്, പേപ്പർ ബാഗ്, പ്ലേറ്റുകളും ഒക്കെ ചെയ്യും. പിന്നെ അങ്ങനെ എല്ലാ ടൈപ്പ് ഓഫ് വർക്കുകളും ടൈല് അങ്ങനെ ചെയ്യാം. സ്ഥാപനത്തിന്റെ പേര് സജസ്റ്റ് ചെയ്തത് ഹസ്ബൻഡാണ്. ഒരുപാട് പേരുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു എന്താണ് ഈ പേപ്പർ വേൾഡ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആളുകൾക്കിടയിലേക്ക് പേരാണല്ലോ ഏറ്റവും പേപ്പർ വേൾഡ് എന്ന് പറഞ്ഞാൽ പേപ്പർ ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട്. അതൊക്കെ ഇതിന്റെ ആയിട്ട് കൊണ്ടുവരുന്നുണ്ട്. പേപ്പർ കവർ, പേപ്പർ സ്ട്രോ ഉൾപ്പെടുത്താന്നുള്ളത് കൊണ്ട് തന്നെ പേപ്പർ മാത്രമായിട്ട് പ്ലാസ്റ്റിക് അവോയ്ഡ് ചെയ്യാം പൂർണ്ണമായിട്ട്. ഞങ്ങളുടെ ക്യാപ്ഷൻ അത് തന്നെയാണ്, ഭൂമിയിൽ പ്ലാസ്റ്റിക് വീങ്ങിയ വരുന്നത്. അപ്പൊ അതിന് പരിഹാരമായിട്ട് നല്ലൊരു ഐഡിയ ആയിട്ടാണ് വരുന്നത്. കാരണം പ്ലാസ്റ്റിക്കിനെ നിരോധിച്ചുകൊണ്ട് പേപ്പർ വേൾഡ് ഒരു സ്ഥാപനമാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. ഇത് പേപ്പർ വേൾഡ് വരുന്ന പേപ്പറുമായി സംബന്ധിച്ച എല്ലാ പ്രൊഡക്റ്റുകളും ഇവിടെ ഉണ്ട്. അതായത് പേപ്പർ കപ്പ്, പേപ്പർ പ്ലേറ്റ്, ടിഷ്യൂ പേപ്പർ, അതുപോലെ പേപ്പർ സ്ട്രോ, ഇതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രൊഡക്റ്റുകളും ഇവിടെ അവൈലബിൾ ആണ്. ഇവർ അത് പ്രിന്റ് ചെയ്ത് തരും, ടീഷർട്ടുകൾ. അപ്പൊ ഏത് വർക്ക് ഉണ്ടെങ്കിലും ഇവർ സമീപിക്കാം. നല്ല രീതിയിൽ പ്രിന്റ് ചെയ്ത് ക്വാളിറ്റി ആയിട്ട് നിങ്ങൾക്ക് എത്തിച്ചേരും. അല്ലെ, ഇപ്പൊ കേരളത്തിൽ എല്ലാ പ്രഷറും കാണുകയാണെങ്കിൽ ഏത് വർക്ക് തന്നെ ഇപ്പൊ കോൺഫിഡൻസ് കോഴിക്കോട് മാത്രമല്ല, അല്ലെ, നമ്മൾ കിട്ടിക്കഴിഞ്ഞ് ഗൾഫിൽ വരെ അയക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടോ? ഇനി അപ്പൊ എക്സ്പോർട്ടിനെ കുറിച്ച് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ക്ലാസ്സിൽ കിട്ടിയിട്ടുണ്ടാവും നമ്മൾ പറഞ്ഞതോടുകൂടി. അപ്പൊ അതിന് നിങ്ങൾക്ക് എക്സ്പോർട്ട് കൂടി ചെയ്യാം, അല്ലെ? അതുകൊണ്ടാണ് പേപ്പർ വേൾഡ് നൽകിയത്. അപ്പൊ തീർച്ചയായും ഇവർക്ക് എക്സ്പോർട്ട് പ്രോഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും ഓർഡർ വരികയാണെങ്കിൽ പ്രവാസികൾ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും ഇവരെ സമീപിക്കാം. എല്ലാ പ്രൊഡക്റ്റുകളും ചെയ്ത് ക്വാളിറ്റി ആയിട്ട് ചെയ്തു തരുന്നതാണ്. ഫാമിലി സപ്പോർട്ട് നല്ലപോലെ ഉണ്ട്. എല്ലാവിധ പിന്തുണയും ഫാമിലിയിൽ നിന്നുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കൂട്ടുകാരും എന്താ ഏത് സമയം വിളിച്ചാലും ഇവിടെ പോകാനാണെങ്കിലും എന്ത് ഹെൽപ്പിന് വേണമെങ്കിലും അച്ഛെങ്കിൽ ഇപ്പം മിഷീനൊക്കെ തന്നെ ഇവിടെ എത്തിക്കാനുള്ള ഒരുപാട് ബുദ്ധിമുട്ട്. എല്ലാ കാര്യത്തിലും ബസ് പോകാൻ എല്ലാ കാര്യത്തിലും നല്ല രീതിയിൽ എല്ലാവരും നാട്ടുകാരെ പോലെ തന്നെ എല്ലാ ഹെൽപ്പിംഗ് മൈൻഡുള്ള ആളുകളാണ് ഇവിടെ ഉള്ളത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ സംരംഭം വലിയൊരു സംരംഭമായി മാറും. കാരണം ഇത്രയും വലിയൊരു സെറ്റപ്പിൽ ഒരു റൂം എടുത്ത് ഇതുപോലെ ഒരു ഭംഗിയായിട്ട് ചെയ്യാൻ ഒരു സ്ഥാപനം നമ്മൾ ഇതുവരെ ഈ കൊണ്ടുകൂടി കണ്ടിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്ന എല്ലാ സാധ്യതയും തീർച്ചയായും നിങ്ങൾ മുന്നോട്ട് പോകും. അതിന് കൂടാതെ എന്റെ പ്രാർത്ഥനയും സപ്പോർട്ടും എന്നും ഉണ്ടാവും. അപ്പൊ ഇത് എന്ത് തോന്നുന്നു ഇപ്പോ തുടങ്ങിയതിന് ശേഷമുള്ളത്? ഇപ്പൊ നല്ല സന്തോഷമുണ്ട്. കാരണം ഇവിടം വരെ എത്താനുള്ള വളരെ വലിയൊരു എഫേർട്ട് തന്നെ ഉണ്ടായിരുന്നു, ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇതിനെ മറികടന്നു. അപ്പൊ ഇനിയും ഇതിലും കൂടുതൽ എഫേർട്ട് എടുക്കണം. കാരണം നല്ല ഓർഡറും കാര്യങ്ങളും ഒക്കെ കിട്ടണം. കാരണം കോഴിക്കോട് ജില്ലയിൽ മാത്രം ഒതുങ്ങിയല്ല, കേരളത്തിലും വേൾഡിൽ തന്നെ മൊത്തം ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. ഈ സ്ഥാപനത്തിൽ 2 ലേഡീസ് ആണുള്ളത്. അവർ തന്നെ വീട്ടമ്മമാരാണ്. എന്താ പറയാ, കുറച്ച് വിഷമം കാര്യങ്ങളെല്ലാം അനുഭവിക്കുന്ന ആൾക്കാരെ നോക്കിയിട്ടാണ് ഞാൻ സെലക്ട് ചെയ്തത്. കാരണം തൊഴിലവസരങ്ങൾ കുറഞ്ഞിരിക്കുന്ന സമയമാണ്. ചെറിയ വരുമാന മാർഗം ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് തന്നെയാണ് തൊഴിൽ കൊടുത്തത്. അപ്പൊ അവർ നല്ല സപ്പോർട്ടാണ്. കാരണം എന്റെ കുറച്ച് കാര്യങ്ങൾ അവർ കറക്റ്റ് ചെയ്തോളും. പിന്നെ കൈകൊണ്ടും മെഷീൻ അല്ലാണ്ട് കൈകൊണ്ടും ചെയ്യും. അപ്പൊ നല്ലൊരു സപ്പോർട്ട് ഉണ്ട്. അപ്പൊ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വേണ്ടി തുടങ്ങിയ ഒരു സംരംഭം അല്ലെ, സ്ത്രീകൾ തന്നെയാണ് ജോലിക്കാർ. അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്ഥാപനം തുടങ്ങിയിട്ടുള്ളത്. തീർച്ചയായും അവരെ അഭിനന്ദിക്കേണ്ടതുണ്ട്. കാരണം ഈ ഒരു പ്രവർത്തനങ്ങൾക്ക് മാത്രം ഒതുങ്ങിയിട്ടല്ല, കൂടെ ഇരിക്കുന്നവരെ സപ്പോർട്ട് ചെയ്യുക, സാധാരണ വീട്ടമ്മമാരെ കൂടെ നിർത്തിക്കൊണ്ട് ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുക വളരെ നല്ല സന്ദേശമാണ്. അതുപോലെ പ്ലാസ്റ്റിക് നിരോധിക്കുക, അതുപോലെ തന്നെ നമ്മുടെ സ്ത്രീജനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുക. അല്ലെ, ഈ ഒരു സ്ഥാനത്തിൽ കർഷകൻ തന്നെ അല്ലെ, പ്ലാസ്റ്റിക് അവോയ്ഡ് ചെയ്യുക, സ്ത്രീജനങ്ങൾക്ക് ഒരു ജോലി, അങ്ങനെയല്ലേ ഈ ഒരു സ്ഥാപനം. അപ്പോൾ പ്രേക്ഷകർ തീർച്ചയായും സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമുണ്ട്. കാരണം ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്യാം. ഈ ഒരു വർക്കിലൂടെ അവർക്ക് ഒരു വരുമാനമാർഗം കണ്ടെത്താമെന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പൊ ഈ ഒരു പേപ്പർ വേൾഡ് വലിയൊരു സമരമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കൺ കൂടി അമർത്തുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ തീർച്ചയായും വരുന്നതാണ്. സന്തോഷം. അപ്പൊ സൈനിങ് ഓഫ് അബു സാഹിബ്. പ്രതിസന്ധിയിലായതോടെ നാട്ടിൽ തൊഴിലില്ലായ്മയും വർദ്ധിച്ചു വരികയാണ്. ഈ ഒരു സാഹചര്യത്തിൽ തൊഴിൽ രഹിതരായവർക്ക് ഒരു വരുമാനമാർഗം കണ്ടെത്തി